എല്ലാവർക്കും നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ വണ്ടിയിൽ എങ്ങനെ ബമ്പർ ലിപ്പ് നമുക്ക് സ്കേർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സുബ്രേഡിൻ്റെ കടയിലേക്കാണ് വർക്ക്ഷോപ്പിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ബസ്സിലൊക്കെ വെക്കുന്ന ഡോർ ബ്ലീഡാണ്. അതിനകത്ത് വലിയ പൈസയ്ക്ക് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ പൈസയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ റബ്ബർ ആയതുകൊണ്ട് നമ്മളെ ബമ്പറിനെ എന്ത് ചെയ്യില്ല, ബാധിക്കില്ല. നമ്മൾ ആദ്യം ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയാണ് വെക്കേണ്ടത്, അത് എങ്ങനെയാണെന്നുള്ള സെറ്റ് ആദ്യം മനസ്സിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ള രീതിയിൽ. അതുവരെ നമ്മളുടെ ജാക്കി കൊടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ ചെറുതായിട്ട് ഉയർത്തി വെച്ചിട്ട് വേണം അത് ഫിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളത് ജാക്കി വെച്ചിട്ട് ചെറുതായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വണ്ടി ഒന്ന് ഉയർത്തുക. രണ്ട് സൈഡൊന്നും വേണമെന്നില്ല, ഒരു സൈഡ് മാത്രം ഉയർത്തി കഴിഞ്ഞാലും നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ജാക്കി വെച്ച് ഉയർത്തിയിട്ട് നമ്മളിപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനുള്ള സെറ്റിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ഒരു സ്ക്രൂ ആണ്. അത് സ്ക്രൂ ആയിട്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫിറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളത് ഡ്രില്ലൊന്നും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തുളയ്ക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം റബ്ബറിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രൂ കയറ്റിയതിന് ശേഷം എവിടെയാണോ നമുക്കിതിപ്പോൾ ബ്രെഡ് ചെയ്യുന്ന പോലെ എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ചിട്ട് നന്നായി അമർത്തിയിട്ട് എന്ത് ചെയ്താൽ മതി, തിരിച്ചു കൊടുത്താൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്തോളും, കയറി പോയിക്കോളും. വളരെ സെറ്റായിട്ട് എന്ത് ചെയ്തോളും, അത് നിന്നോളും. പിന്നെ അങ്ങോട്ട് തിരിച്ച് എന്ത് ചെയ്യില്ല, പോരില്ല. പക്ഷെ നമ്മളൊരു വാഷറും കൂടി ഇടണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ റബ്ബറിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റബ്ബറിന് പുറത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാഷർ ഇട്ടിട്ട് അതിലൂടെ എന്ത് ചെയ്യണം, സ്ക്രൂ കയറ്റണം. ഇനി നമ്മളടുത്ത് ചെയ്യുന്നത് നമ്മളൊരു ബെൻഡാണ്. ആ ബെൻഡ് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ബമ്പറിൻ്റെ അവിടെ തന്നെ നമുക്കൊരു ചെറിയൊരു ഞെട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടുണ്ട് ഗുണം, നമുക്ക് ആ ഞെട്ട് എന്ത് ചെയ്യാം, കവർ ചെയ്ത് പോവുകയും ചെയ്യാം. ഈ പറഞ്ഞ ബ്ലീഡ് എന്ത് ചെയ്യും, വളരെ പെർഫെക്റ്റായിട്ട് തന്നെ അവിടെ എന്ത് ചെയ്തോളും, സെറ്റായിട്ട് എന്ത് ചെയ്തോളും, നിന്നോളും. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഇതിൽ ഏറ്റവും കുറച്ച് ടൈമുള്ളൊരു പരിപാടി പറയുന്നത്. ഈ പറഞ്ഞ ബെൻഡ് വരുന്ന ഭാഗത്ത് ഇത് കട്ട് ചെയ്യുന്നൊരു ഭാഗം അത്രയേ ഉള്ളൂ ഇതിൽ ഏറ്റവും കൂടുതലൊരു പണി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഫിറ്റ് ചെയ്ത് പോകാൻ എന്ത് ചെയ്യും, സാധിക്കും. അപ്പോൾ സ്ക്രൂ ചെയ്ത് കയറ്റുക എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും സ്ക്രൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡ്രില്ല് ചെയ്ത് കയറ്റേണ്ട എന്നുള്ളൊരു പ്രശ്നം മാത്രം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്, ഞാനത് അടിയിൽ നിന്ന് എടുത്തൊക്കെയാണ് എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നമുക്ക് ബെൻഡ് വരുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അത്യാവശ്യം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കത് കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, സ്ക്രൂ ചെയ്ത് കയറ്റാൻ എന്ത് ചെയ്യും, സാധിക്കും. അതിൽ വലിയൊരു വിഷയമൊന്നും കാണാനൊന്നുമില്ല. പിന്നെ എല്ലാ ഭാഗവും നിങ്ങൾ കാണിച്ചേണ്ട ആവശ്യമൊന്നുമില്ലാത്തതുകൊണ്ടാണ്, കാരണം ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ മതി. ഞാൻ ആദ്യം ആ ബെൻഡിൽ വരുന്ന ഭാഗം മാത്രമേ നമുക്ക് കുറച്ച് കൺഫ്യൂഷനും കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ളതുള്ളൂ. അപ്പോൾ ആ ഭാഗം കൂടുതലായിട്ട് കാണിച്ചതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ചെയ്ത പോലെ തന്നെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, വെച്ചിട്ട് എന്ത് ചെയ്യുക, സ്ക്രൂ ചെയ്ത് കയറ്റിയാൽ മതി. അപ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് നല്ല സെറ്റായിട്ട് എന്ത് ചെയ്തോളും, നിന്നോളും. അത് നമുക്ക് കുറച്ച് സമയമെടുക്കും, എന്നാലും അത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യും, സാധിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ചെറിയൊരു ഭാഗം എന്ന് പറയുന്നത്. നമുക്കിനി താഴെ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്ക്രൂ കയറ്റിയിട്ടുള്ളത്. അതാണ് ഞാൻ വാഷറിൻ്റെ കാര്യം പറഞ്ഞത്. അതെന്തായാലും എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ ഇട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റ് നോക്കാം. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത്. കാരണം നമ്മളുടെ അൾട്ടോൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഭാഗത്ത് 3 ഡിസൈൻ വരുന്നുണ്ട്, ചെറിയൊരു ബെൻഡ് അവിടെ മാത്രമേ ചെറിയൊരു ഗ്യാപ്പ് വരും. പക്ഷെ അതൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. എങ്ങനെയായാലും നമ്മളുടെ ബ്ലീഡിൻ്റെ വില എന്നാണ് 450. നമുക്കറിയാം, നമ്മൾ ശരിക്കൊരു സ്കേർട്ടിംഗ് ഒക്കെ വാങ്ങണമെങ്കിൽ 1000 രൂപ കൊടുക്കണം. അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യുകയും ചെയ്യാം, എല്ലാ രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കൊണ്ടുനടക്കാൻ സാധിക്കും. വാങ്ങുമ്പോൾ നമ്മൾ ആ ഒരു റബ്ബറിൻ്റെ ഒരു ക്വാളിറ്റി നോക്കിയിട്ട് വാങ്ങുക. ചിലത് നരച്ച പോലെ തോന്നും, നല്ല ബ്ലാക്ക് ആയിട്ടുള്ള തന്നെ എന്ത് ചെയ്യുക, വാങ്ങാൻ ശ്രമിക്കുക. അത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.